നിക്ക് നിങ്ങള് ഫുഡ് അയച്ചിട്ടില്ലല്ലോ, എന്റെ മക്കളൂബി ആക്കി തരാം, തിന്നിട്ട് പോയാ മതി. എല്ലാരും ഇതിലെ വെജിറ്റബിൾസിനെ ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞുതരും. ഇതിലെ വെജിറ്റബിൾസ് ഞാൻ അടി കഴിഞ്ഞിട്ട് പെറുക്കി തിന്നു. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ലേനു. എന്തെങ്കിലും റീസൺസിൽ ഉണ്ടാക്കിയിട്ട് ഞാനിപ്പോ അധികം മക്ലൂബ് ഇവിടെ ആക്കലുണ്ട്. വെജിറ്റബിൾസ് ആയിട്ട് ഞാൻ പൊട്ടേറ്റോയും ബ്രിഞ്ചോളും പിന്നെ തക്കാളിയും എടുക്കല്. ഫസ്റ്റ് നമുക്ക് പൊട്ടേറ്റോയും ബ്രിഞ്ചോളും ഒരു പേരിന് ഉപ്പിട്ടിട്ട് ഫ്രൈ ചെയ്യാം. നല്ലോണം കരിഞ്ഞ് പൊരിക്കൊന്നും പാടില്ല, ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡും ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. ഇനി ഒരു പാനിൽ ഓയിൽ അങ്ങോട്ട് ഒഴിക്കുക. എന്നിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്കായി മൂന്ന് നല്ലോണം ഇട്ടു. ഇനി രണ്ടുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇടാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി, നല്ലോണം വഴറ്റി എടുക്കൊന്നും വേണ്ട. ഇനി ചിക്കൻ ഇട്ട് മിക്സ് ചെയ്തിട്ട് 1 ടേബിൾ സ്പൂൺ പെപ്രിക്ക പൗഡർ, ഇല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ആയാലും മതി. ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി നമ്മൾ എടുക്കുന്ന അരിക്ക് വേവാൻ കണക്കായ ഫുൾ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് ബസ്മതി അരിക്ക് 2 കപ്പ് വെള്ളം, അതാണ് അളവ്. പിന്നെ ഡ്രൈ ലെമണും കൂടി ഇട്ടിട്ട് നമുക്കിതങ്ങ് വേവിക്കാം. അടുത്തതായി പണ്ട സോക്ക് ചെയ്ത് വെച്ച ബസ്മതി അരിയിലേക്ക് മഞ്ഞൾപ്പൊടി, ഏലക്കായ് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, സിന്നമൺ പൗഡർ, ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കാം. ഇനി ചിക്കൻ വെന്ത് കഴിഞ്ഞാല് അത് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്യാം. ഇനിയാണ് അസംബ്ലിംഗ് പ്രോസസ്. തക്കാളി, ബ്രിഞ്ചോൾ, പൊട്ടേറ്റോ, ചിക്കൻ, പിന്നെ 3-4 പച്ചമുളക്, എന്നിട്ട് ബസ്മതി അരി എല്ലാം നമുക്കൊരു ലെയർ പോലെ ആക്കിയെടുക്കാം. ഈ ചിക്കൻ വേവിച്ച വെള്ളം അരിക്ക് കണക്കായിട്ടുണ്ടോ എന്ന് മെഷർ ചെയ്തിട്ട് ഞാൻ ഈ ഒഴിച്ചു കൊടുക്കുന്ന പോലെ ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഹാഫ് ആൻ അവർ കുക്ക് ചെയ്താൽ മക്കളൂബ് റെഡി. ഇത് ഇതുവരെ തിന്നാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. ഇറ്റ്സ് എ മസ്റ്റ് ട്രൈ.